ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ കട്ടിങ്ങിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റാണ്. അപ്പോൾ 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റിന് 165 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നൈറ്റി ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 38 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഒരു മുട്ടിന് താഴെ വരുന്ന രീതിയിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പായിട്ട് ഒരു 3 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. 3 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത് താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. മുകൾ ഭാഗത്ത്, അതായത് നെക്കിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈറ്റി ക്ലോത്ത് ഒന്ന് നിവർത്തിയിടാം. നമുക്ക് ഇത്രയും വീതിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണ് അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എനിക്കിവിടെ ചെസ്റ്റ് വിഡ്ത്ത് 40 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു 4 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. നമുക്കിവിടെ വേറെ അളവുകളൊന്നും നമുക്ക് മാർക്ക് ചെയ്യാനില്ല. ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 14 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ 14 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 14 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിടുക. ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ ഇനി കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ഇതേ അളവിൽ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് സാധാരണ സ്ലീവ് അല്ല, റാഗ്ലൻ സ്ലീവാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവ് നമ്മളിവിടെ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 3.5 ഇഞ്ചും കൂടി കൂട്ടി 13 ഇഞ്ചിലാണ് ഞാൻ ഈ ക്ലോത്ത് മടക്കി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ ഈ ക്ലോത്തിൽ കിട്ടുന്നത് 16.25 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിൽ കുറച്ചും കൂടി കൂടുതൽ ലെങ്ത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കമാണ് 16.25 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ക്ലോത്ത് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ 2 പീസായിട്ടാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ടോപ്പിന് വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് നമ്മളിതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡും ഇപ്പുറത്തെ സൈഡിൽ 4 ഓപ്പണിംഗ് സൈഡാണ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ സ്ലീവിൻ്റെ ക്ലോത്ത് നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിരിക്കുന്ന ആ ക്ലോത്തിൻ്റെ മുകളിലേക്ക് അറ്റത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗത്ത് എല്ലാം ഓപ്പണിംഗ് ആയിരിക്കണം സ്ലീവും ടോപ്പിനുള്ള ക്ലോത്തും. ഈ സൈഡിലും ഫുള്ള് ഓപ്പണിംഗ് ആയിരിക്കണം സ്ലീവും ടോപ്പും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 2 ഫോൾഡിങ് സൈഡാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് ഇനി കട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ക്ലോത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലീവിൻ്റെ ക്ലോത്ത് റോങ് സൈഡായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി നമ്മളിത് ഒറ്റ കട്ടിങ്ങിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിപ്പോൾ എല്ലാവർക്കും നമ്മൾ 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. എൻ്റെ ആം ഹോൾ ഇവിടെ 7 ഇഞ്ചാണ് വരുന്നത്. ഞാനൊരു 7.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും ആ 2.5 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക. നമുക്കിവിടെ ആം ഹോൾ കർവ് വരുന്നത് 1.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യാറ്. അത് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് ഇവിടെ വരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഇനി നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ് ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവും ടോപ്പിൻ്റെയും കട്ടിങ്. അപ്പോൾ ടോപ്പിനുള്ള ക്ലോത്ത് നമ്മളിതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റേ പീസും ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്ത് കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് വശം നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡ് വശവും ആം ഹോളിൻ്റെ ഭാഗം വേണ്ട, താഴത്തെ ഭാഗം മാത്രം നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ചിൽ 2 സൈഡ് വശത്തും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കൈവണ്ണം ഈ താഴത്തെ ഭാഗം ഇത്രയും ഭാഗം നമുക്ക് കൈവണ്ണം വരില്ല. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഓപ്പൺ സൈഡിൽ നിന്നും ഒരു 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിടുക. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പീസിൻ്റെ ഉൾ സൈഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒരു ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കുക. ആ ഫോൾഡിങ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗത്ത് താഴത്തെ ആ അരുഭാഗം ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ആ മടക്കിയ ആ അരുഭാഗത്ത് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുത്ത് കഴിയുമ്പോൾ സെൻറ്റർ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആ സ്ലീവിൻ്റെ അരികു വശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഞാനിവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ പിടിച്ചതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ പകുതി മതി നമുക്ക് ഇലാസ്റ്റിക്, എന്നാലാണ് നല്ലോണം അങ്ങനെ നല്ല ചുരുണ്ടായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് 2 ഇലാസ്റ്റിക് വേണം 2 സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ 2 ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. ആ സേഫ്റ്റി പിന്ന് ഇലാസ്റ്റിക്കിൽ നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ സ്ലീവിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. 2 സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സേഫ്റ്റി പിന്ന് ഉള്ളിലേക്ക് അകത്തേക്ക് കടത്തി കൊടുക്കാം. ഇലാസ്റ്റിക് നമ്മൾ ചെറിയ ഇലാസ്റ്റിക് എടുത്തുകൊണ്ട് നമ്മൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ ആ ഭാഗം അപ്പോൾ തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുക ഇലാസ്റ്റിക്കും ആ ക്ലോത്തും തമ്മിൽ, അല്ലെങ്കിൽ അവിടെ ഒരു പിന്ന് കുത്തി വയ്ക്കുക. അപ്പോൾ ഞാനവിടെ ഒരു പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ സേഫ്റ്റി പിൻ പുറത്തേക്ക് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പിന്നെ കുത്തിയില്ലെങ്കിൽ ആ ഇലാസ്റ്റിക് വീണ്ടും കയറി പോവും. പിന്നെ വീണ്ടും നമ്മൾ ഈ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് വീണ്ടും ഇലാസ്റ്റിക് കയറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും 2 ഭാഗത്തും നമ്മളൊരു പിന്ന് കുത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവിലും ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചുരുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മൾ ഈ സ്ലീവ് ഒന്ന് 2 ഒന്ന് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ കർവ് പോലെ വരച്ചേക്കണ ഭാഗമല്ല, അവിടെ നമ്മളിത് കറക്റ്റായിട്ട് ഒപ്പം വയ്ക്കുക. അതിനുശേഷം ഈ സൈഡിൽ നമ്മളൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്ലീവിലും ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ചിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നിവർത്തിയിടാം. അപ്പോൾ നിവർത്തിയിടുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ താഴത്ത് ഞെറി നല്ല ഭംഗിയിലാണ് താഴത്തെ ഞെറി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 സ്ലീവും ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടോപ്പ് ഒന്ന് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 സ്ലീവും നമ്മളിവിടെ ചേർത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ആം ഹോളും നമ്മൾ ഈ ടോപ്പിൻ്റെ ആം ഹോളും തമ്മിൽ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ടോപ്പിൽ ചുരിദാറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ 2ൻ്റെയും ആം ഹോൾ ആദ്യം ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇതാണ് സ്ലീവിൻ്റെ ആം ഹോൾ വരുന്നത്. അത് ഇതുപോലെ ഞാൻ നിവർത്തി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ ആം ഹോളാണ് ഈ വരുന്നത്. സ്ലീവിൻ്റെ ആം ഹോളും ടോപ്പിൻ്റെ ആം ഹോളും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ചുറ്റിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ലീവിൽ ചെയ്തതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഭാഗത്തും നമ്മൾ 1 ഇഞ്ചിൽ ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ആ മടക്ക് വരുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചുറ്റും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ ആ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ ആ താഴത്തെ ഭാഗം നമ്മൾ ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ആ ഭാഗത്തും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ആ സ്ലീവിൽ എന്താണ് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ നെക്കിലും ചെയ്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ഇലാസ്റ്റിക് അതിലൂടെ കയറ്റിയെടുക്കണം. ഇലാസ്റ്റിക് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമുക്ക് എത്രയാണ് നമുക്ക് നല്ലോണം ടൈറ്റ് വേണം ആ നെക്കിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ച് ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി നമ്മൾ നേരത്തെ തന്നെ ചെയ്ത പോലെ തന്നെ ആ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ സേഫ്റ്റി പിൻ എടുത്ത് ആ ഇലാസ്റ്റിക്കിൽ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഇലാസ്റ്റിക് നെക്കിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇലാസ്റ്റിക്കും നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ എനിക്കിത് ഇലാസ്റ്റിക് കയറ്റിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇലാസ്റ്റിക് കയറ്റുമ്പോൾ ലൂസായിട്ടാണോ നമുക്ക് ഇലാസ്റ്റിക് ആ നെക്കിൻ്റെ ഭാഗം വരണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് ഇലാസ്റ്റിക്കും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ആ സ്റ്റിച്ചിൻ്റെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇലാസ്റ്റിക് കയറ്റിയത്. ആ ഗ്യാപ്പും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തും കൂടിയും ഇലാസ്റ്റിക് വെച്ചെടുക്കാനുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് താഴെ വരെ പിടിക്കുക. അപ്പോൾ വേസ്റ്റ് ലെങ്ത് എത്രയാണ് അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചോക്കിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് അത് മാർക്ക് ചെയ്തെടുക്കണം. നമുക്കവിടെ ഇലാസ്റ്റിക് ആ മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് അതിൻ്റെ പകുതി ആണ് നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തത് ഞാനിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ വെച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ വേസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 18 ഇഞ്ച്. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് അളന്നപ്പോൾ എനിക്കിവിടെ 20 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 20 ഇഞ്ചിൽ നമ്മളിവിടെ വെച്ച് നമ്മൾ വലിച്ചു പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ബാക്ക് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതേ അളവിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ ഭാഗത്ത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. താഴത്തെ ഭാഗം രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നെക്കിൻ്റെ ഭാഗത്ത് ഇത്രയും ഇലാസ്റ്റിക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിയുമ്പോഴും നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ഷോൾഡർ ആയിട്ടും നമുക്ക് ഈ കുർത്തി ഇട്ടാം. അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്യാൻ നല്ലതാണ്. ഇതിൻ്റെ സ്ലീവിലും നല്ലോണം ഇതുപോലെ നല്ല ചുരുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റി ബിറ്റുകൊണ്ടാണ് ചെയ്തതെന്ന് കണ്ടാൽ തോന്നില്ല. സെൻറ്റർ ഭാഗത്ത് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡ് വശം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.